കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഒരു വേനൽ, ഒരു കടുത്ത വേനൽ ഇത്തവണ ഉണ്ടാകുമെന്നാണോ ഈ ദിവസങ്ങളിൽ വരുന്ന ഈ മുന്നറിയിപ്പ്? അതിൻ്റെ ഭാഗമായാണോ ഈ പകൽ താപനില അപ്രതീക്ഷിതമായി ചില കേന്ദ്രങ്ങളിലെങ്കിലും കൂടുമെന്ന അത്തരമൊരു മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നത്? വിജയകുമാർ, തീർച്ചയായും അതായത് ഒരു കടുത്ത വേനലിന്റെ പ്രതീതി ഇതാ ഈ ഫെബ്രുവരി മാസം മുതൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ താപനില ഉയരുന്നതിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പലയിടങ്ങളിലും നേരിയ തോതിലെങ്കിലും മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും നമുക്കറിയാം പലയിടങ്ങളിൽ രാത്രി തണുപ്പ് കൂടുതലാണ്. അപ്പോഴും പകൽ താപനില ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, അതുപോലെ നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. പകൽ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനായി പരമാവധി ശുദ്ധജലം കുടിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്താണെങ്കിലും ജാഗ്രത തുടരേണ്ടതുണ്ട്. വിവിധ ഇടങ്ങളിൽ പകൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിജയകുമാർ, യെസ്, പകൽ താപനില ഇന്നും നാളെയും അത് കുറച്ചുയർന്നു നിൽക്കും. അതുകൊണ്ട് ജാഗ്രത വേണം. 35 ഡിഗ്രി ഒക്കെ പകൽ താപനില ഈ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കടുത്ത വേനലിലേക്കൊക്കെ നമ്മൾ നീങ്ങുന്നോ എന്ന ആശങ്ക ഉണ്ട്. എന്തായാലും കാലാവസ്ഥ മുൻകരുതൽ നടപടികൾ അത് സ്വീകരിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകി.